അപ്പോൾ സ്കൂൾ മാഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡേ ടു ഡേ ലൈഫിൽ ഒരിക്കലും അകറ്റി മാറ്റി വെക്കാൻ പറ്റാത്ത ഒരാളാണ് സ്മാർട്ട് ഫോൺ. ഭൂരിഭാഗം വരുന്ന സ്മാർട്ട് ഫോൺ യൂസേഴ്സും ആൻഡ്രോയിഡ് യൂസേഴ്സാണ്. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സും ചില ട്രിക്കുകളുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി സ്കൂൾ മാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും. പല ഫോർവേഡ് മെസ്സേജുകൾ നമ്മൾ വാട്സപ്പിലൂടെ വരാറുണ്ട് അല്ലേ? അതായത് ഈ മെസ്സേജ് 100 ആൾക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് 200% ആവും. ഈ ഒരു മെസ്സേജ് 100 ആൾക്ക് അല്ലെങ്കിൽ ഇത്ര 4 ഗ്രൂപ്പ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ അൺലോക്ക് ആവുമെന്നൊക്കെ പറഞ്ഞിട്ട് പല ഓഫേഴ്സും വരും. സോ ഇത്തരത്തിലുള്ള ഓഫേഴ്സ് ക്ലിക്ക് ചെയ്യാതിരിക്കുക ഇനിയെങ്കിലും. കാരണം ഇപ്പോഴും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക, ഒരു കമ്പനിയും ഇതുപോലുള്ള ഒരു ഓഫേഴ്സും തരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഫോർവേഡഡ് ആയിട്ടുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു ഫേക്ക് മെസ്സേജാണ്. അത് നിങ്ങളുടെ ഡാറ്റ ലോസ് ചെയ്യാനും വരെ കാരണമാകാം. അതായത് നിങ്ങൾ ഈ ചെയ്യുന്ന ആക്ടിവിറ്റി വഴി നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസുകളും മൊത്തം ചോർത്താൻ വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ഓഫറിൻ്റെ ബേസിൽ നടക്കുന്ന പല ആഡ്വെയർ സ്പൈവേഴ്സുകളും നടക്കുന്നത്. സോ അങ്ങനെ വരുന്ന ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്തിരിക്കും. ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ, ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മുടെ ഫോൺ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ച ഡിസ്പ്ലേ ഒക്കെ മാറ്റാൻ പോകുന്ന സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയം വരുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് അതൊന്ന് മിസ്സായി പോകാം, അതല്ലെങ്കിൽ വേറെ ആൾ ഇപ്പോൾ ഫോട്ടോസൊക്കെ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ആ ഒരു ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫോണിലും ഉണ്ട്. അതില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങളുടെ മോഡൽ നമ്പർ വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡീറ്റെയിൽ കിട്ടും. സോ നിങ്ങൾ ഭൂരിഭാഗം ഫയൽസും എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിച്ച് റെഗുലർലി ഒരു 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ പലരും എപ്പോഴാണ് അവസാനമായിട്ട് ഫോൺ ഓഫ് ആക്കിയതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം ഈ ഒരു റീസ്റ്റാർട്ടിങ് നമ്മൾ റെഗുലറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മുടെ ഫോൺ ഹാങ് ആവുന്ന പോലെ തോന്നും അല്ലേ? അത്യാവശ്യം റാം ഉണ്ടെങ്കിൽ പോലും നല്ല സ്പീഡുള്ള ഫോൺ ആണെങ്കിൽ പോലും ചില സമയത്ത് ചില ഹാങ് ഫീൽ ചെയ്യും. സോ അങ്ങനത്തെ ചില ഹാങ് ഉള്ള കാരണം അത് മെമ്മറിയിൽ അനാവശ്യമായിട്ട് ടെമ്പററി ഫയൽസിലൊക്കെ ചില ഫയലുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ഒന്ന് ക്ലീനായി ഫോൺ ഒന്ന് റീഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം ആ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചില സമയത്ത് ക്യാമറ വർക്ക് ആവാത്ത വിഷയം വരും, ചില മെമ്മറി ചിലപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിഷയമൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രോബ്ലംസ് നമുക്ക് മാറ്റാനായിട്ട് ഈ പറഞ്ഞ ഇടയ്ക്ക്, അതായത് ഒരു ആഴ്ച ചിലപ്പോൾ ഒരാഴ്ച 1-2 തവണ ഫോണൊന്ന് ഇടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നു, നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ട്, അതായത് ചില PDF ഫയൽസ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മിസ്സായി പോകാൻ പാടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഏതെങ്കിലും ഫയലുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു ക്ലൗഡ് സ്റ്റോറേജിൽ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഗൂഗിൾ ഡ്രൈവ് അതുപോലെയുള്ള നമ്മൾ ഓൺലൈനായിട്ട് ഏതെങ്കിലും ഒരു സെർവറിലേക്ക് ആ ഒരു സ്റ്റോറേജ് സ്പേസിലേക്ക് എപ്പോഴും ഒരു കോപ്പി സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ശ്രമിക്കുക. അതായത് പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ കംപ്ലൈൻറ്റ് ആവുകയോ എന്തെങ്കിലും ഒരു വിഷയം വരികയാണെങ്കിൽ തന്നെ ആ ഒരു ഡാറ്റ മിസ്സാവാതിരിക്കാനും അതുപോലെ പാരലലായിട്ട് നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് സേവ് ചെയ്യാനായിട്ടും നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഒരു ക്ലൗഡ് സ്റ്റോറേജിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെപ്പോഴും ഓൺലൈനായിട്ട് നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡുകൾ വരും അല്ലേ? ഡിഫറെൻറ്റ് കൈൻഡ്സ് ആഡ്. നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ഒരു സെർച്ച് ചെയ്ത പ്രൊഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ ആഡായിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഇന്നത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ചിട്ട്. സോ ഇത്തരത്തിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ട്രാക്ക് ചെയ്യുന്ന കുക്കീസ് എന്ന് പറയുന്ന ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറുമ്പോൾ ആ ഒരു വെബ്സൈറ്റ് എത്രത്തോളം സേഫായിട്ട് ഉപയോഗിക്കാം. സോ ആ വെബ്സൈറ്റ് നമ്മുടെ ഏതൊക്കെ ഡാറ്റകൾ ചോർത്താൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബ്രൗസറാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡക്ക് ഗോ എന്ന് പറയുന്ന ഒരു ബ്രൗസർ. സോ ഈ ഒരു ബ്രൗസർ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ആ വെബ്സൈറ്റ് ഏതൊക്കെ ഡാറ്റ നിങ്ങളെ ചോർത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് അതിൽ തന്നെ കാണിക്കും. സോ അത് തടയുകയും ചെയ്യും. സോ നിങ്ങൾക്ക് ഒരു കൺസിഡർ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു വെബ് ബ്രൗസറാണ് ഡക്ക് ഗോ എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസർ. സോ അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ട്രാക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡീറ്റെയിൽസ്, ഫോണിൻ്റെ ലൊക്കേഷൻ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാൻ അത് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു ബ്രൗസറിൽ അത് കാണിക്കുക. ആ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് ഇന്ന ഡാറ്റ സ്റ്റോർത്തുന്നുണ്ട്. അതുപോലെ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് എത്ര സെക്യൂർ ആണെന്നുള്ള ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആ ഒരു ബ്രൗസറിലുണ്ട്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കോൺടാക്ട് നമ്പേഴ്സ്, അപ്പോൾ കോൺടാക്ട്സ് നമ്മൾ നോക്കുകയാണെന്നെങ്കിൽ അതെപ്പോഴും ഓൾറെഡി ഗൂഗിളുമായിട്ട് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളൊരു ഫോൺ മാറ്റുന്ന സമയത്തോ അതല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് വരുന്ന സമയത്തോ നിങ്ങളുടെ കോൺടാക്ട്സ് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏതൊരു ആപ്പ് സെർച്ച് ചെയ്താലും ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തൊരു ആപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ അറിയാത്തൊരു ആപ്പാണ്, നമ്മൾ അധികം കേൾക്കാത്തൊരു ആപ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൻ്റെ പുറത്ത് പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനുള്ള ചാൻസ് പരമാവധി കുറയ്ക്കുക. കാരണം അത് അങ്ങനെ വരുന്ന ആപ്പുകളിൽ
പലതരത്തിലുള്ള വൈറസുകളുണ്ടാവും, നമ്മുടെ ഡാറ്റ സ്റ്റീൽ ചെയ്യാനുള്ള പലതരത്തിലുള്ള ചില സ്പൈവെയർ സോഫ്റ്റ്വെയർസ് കോഡിംഗ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ആപ്പുകളായിരിക്കും. സോ അതുകൂടി ശ്രദ്ധിക്കും. അടുത്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ കമ്പനി റെഗുലർലി നിങ്ങളുടെ ഫോണിന് വേണ്ട സെക്യൂരിറ്റി പാച്ചുകൾ അപ്ഡേറ്റുകളായിട്ട് വരും. സോ ആ ഒരു അപ്ഡേറ്റ് ഡാറ്റ തീരുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. കാരണം ആ ഒരു ഫോണിൻ്റെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ലീക്ക് കണ്ടുപിടിച്ചതിന് ശേഷം അവരത് പരിഹരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരുന്നത്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൺ ഉപയോഗിക്കുമ്പോൾ ആ കമ്പനി റെഗുലറായിട്ട് അപ്ഡേറ്റ് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അപ്ഡേറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് എപ്പോഴും ഫോൺ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ എപ്പോഴും റെഗുലർലി എന്താണ് നമ്മുടെ ആപ്പുകൾ അപ്ഡേറ്റ്സ് വരും അല്ലേ. ഇടയ്ക്ക് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആ ആപ്പുകളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് നെറ്റ് ബാലൻസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ആപ്പും എന്ത് ചെയ്യണം, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക. കാരണം പല ഡെയിലി ഈ പറഞ്ഞ ആപ്പുകൾക്ക് പല തരത്തിലുള്ള അറ്റാക്കുകളും സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള പല ലീക്കുകൾ അവർ ടെക്നിക്കൽ ലീക്ക് കണ്ടുപിടിക്കും. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാനും അതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വേണ്ടിയാണ് ഈ റെഗുലർലി അപ്ഡേറ്റ് വരുന്നത്. സോ അത് നമ്മൾ ഒരിക്കലും മിസ്സാക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് തരണം. ഞാൻ ഏതെങ്കിലും ടോപ്പിക് ഇതിൽ പറയാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടോപ്പിക്കോട് താഴെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.